ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ച് ഉയരരുത്. അതുകൊണ്ട് എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ പറയാം, ആരും പൊങ്ങച്ചം ഭാവിക്കല്ലേ, വിനയപ്പെടുക. കർത്താവിൻ്റെ ബലമുള്ള കൈക്കീഴ്ത്താണിരുന്നാൽ പൂരിപ്പിക്കാമോ? അവൻ തക്ക സമയത്ത് നിന്നെ ഉയർത്തും. ഉയർച്ച വരുന്നത് വടക്കുന്നാണോ ഉയർച്ച? അല്ല, അവിടെ നിന്നല്ല. തെക്കുന്നാണോ? അല്ല. കിഴക്കുന്നാണോ? ഇല്ല. ഉയർച്ച വരുന്നത് ദൈവത്തിൽ നിന്നാണ്. പ്രൊമോഷൻ കംസ് ഫ്രം ദ ലോർഡ്, എക്സോൾട്ടേഷൻ കംസ് ഫ്രം ദ ലോർഡ്. പിന്നെ എപ്പോഴും ഞാൻ പറയാറുള്ളത്, ദൈവരാജ്യത്തിലെല്ലാം ഉൾട്ടയാണ്. ആരെങ്കിലുമൊക്കെ പൊങ്ങി വരുവാണെങ്കിൽ അവനെ അടിച്ച് താഴെയിടും. ആരെങ്കിലും താഴുകയാണെങ്കിൽ അവനെ ദൈവം ഉയർത്തിക്കൊണ്ടുവരും. ഉയർച്ച പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴ്ത്തോട്ട് പോവുക. ബിക്കോസ് ദ വേ അപ്പ് ഈസ് ദ വേ ഡൗൺ. അടുത്ത വചനത്തിലേക്ക് പോകാം. അപ്പോൾ 3-ാം വചനത്തിൽ കാണുന്നത് ഡു നോട്ട് ബി ഹോട്ടി. അതാണ് അതിൻ്റെ തീം. ഭാവിച്ചുയരുത്, അഹങ്കരിക്കരുത്, അഹന്തയോടെ ജീവിക്കരുത്, ഡംഭിച്ച് സംസാരിക്കരുത്. 4-ാം വചനം, ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ, എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ല താനും. ഇനി പറയുന്നത് വൺ ബോഡി ഡിഫറെൻറ്റ് ഫങ്ഷൻസ്. വൺ ബോഡി ഡിഫറെൻറ്റ് ബോഡി പാർട്സ് ആൻഡ് ഡിഫറെൻറ്റ് ഫങ്ഷൻസ്. ഒരു ശരീരം, പല അവയവങ്ങൾ, ഓരോ അവയവങ്ങൾക്കും, എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി വ്യത്യസ്തമായത്. ഒന്ന് കഴുത്ത് ഉയർത്താവുന്നിടത്തോളം ഉയർത്തി ഒന്ന് ചുറ്റും നോക്കി, അടുത്തിരിക്കുന്നവരുടെ നോക്ക്. കഴുത്ത് തിരിഞ്ഞിട്ട് തിരിച്ചെടുക്കാൻ പറ്റാതായി പോരുത്. ഓൾറൈറ്റ്, കണ്ടല്ലോ ആരായിരിക്കുന്നത്? ശരീരത്തിൻ്റെ അവയവങ്ങളാണ് ഇരിക്കുന്നത്. ആരും പൂർണ്ണരല്ല, ഒരവയവം മാത്രമാണ്. ഞാൻ ഒരവയവം, നിങ്ങൾ ഓരോരുത്തരും ഓരോ അവയവങ്ങളാണ്. ഓരോ അവയവത്തിനും എന്തുണ്ട്? വിവിധ ഫങ്ഷൻസ് ഉണ്ട്. ഇത് കുറെ കൂടി വിശാലമായി കൊരിന്ത് ലേഖനത്തിൽ അദ്ദേഹം എഴുതുന്നുണ്ട്. കാരണം രണ്ടിൻ്റെ എഴുത്തുകാരൻ ഒന്നാണല്ലോ. അദ്ദേഹം അത് എലോബറേറ്റ് ചെയ്താണ് അവിടെ പറയുന്നത്. ഇവിടെ ഇത് പറയാൻ കാരണം, എന്തുകൊണ്ട് ദൈവം ഓരോരുത്തർക്ക് വിവിധ വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടു? ഫങ്ഷണൽ ഡിഫറൻസ്. ഒരാൾക്ക് അത്രയും വിശ്വാസം ആവശ്യമുള്ളൂ. കാരണം എന്താ? അയാൾ ഒരു ശരീരത്തിൻ്റെ ഏത് ശരീരത്തെക്കുറിച്ചാണ് പറയുന്നത്? ക്രിസ്തുവിൻ്റെ ശരീരം. ക്രിസ്തുവിൻ്റെ ശരീരം എന്താണ്? സഭ, കൂട്ടായ്മ, ദ കോൺഗ്രിഗേഷൻ, ദ ചർച്ച്. ഒരാൾക്കൊരു സഭയാകാൻ സാധ്യമല്ല. പലർ ചേർന്ന് ഒരു സഭയുണ്ടാവും. ആ സഭയിൽ ഈ പലർ ഓരോ അവയവങ്ങളാണ്. ചിലർ കണ്ണ്, അവർക്ക് കാണാൻ കഴിയും, കേൾക്കാൻ കഴിയില്ല. അപ്പോൾ കണ്ണിൻ്റെ വിശ്വാസം മതി, കാണാനുള്ള വിശ്വാസം മതി. കേൾവിക്കാർക്ക്, ചെവിയായി ഫങ്ഷൻ ചെയ്യുന്നവർക്ക് ലിസണിങ്ങിൻ്റെ ഗിഫ്റ്റ് മതി, അതിനുള്ള വിശ്വാസത്തിൻ്റെ അളവ് മതി. അയാൾക്ക് അത് കൊടുത്തു. പക്ഷേ കണ്ണും ചെവിയും തമ്മിൽ പോരാടരുത്, രണ്ടും നശിക്കും. കണ്ണു പറയുക ചെവിയെ, അയ്യയ്യേ നിനക്ക് കാണാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നിന്നെ വേണ്ട എന്ന് പറഞ്ഞാൽ അതോടെ ആ ശരീരത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ശരീരത്തിന് ചെവിയും വേണം, കണ്ണും വേണം, മൂക്കും വേണം, കൺപീലിയും വേണം, കൊച്ചു കൊച്ചു രോമങ്ങൾ ശരീരത്തിലുണ്ട്. ആരും കാണുന്ന പോലുമില്ല. ചില സമയത്ത് അങ്ങ് വടിച്ചങ്ങ് കളയും. പക്ഷേ അതും ആവശ്യമുള്ളത് കൊണ്ടാണ് ദൈവം അവിടെ വെച്ചിരിക്കുന്നത്. ശരീരത്തിലെ എല്ലാ രോമങ്ങളും വടിച്ചൊന്ന് ജീവിച്ചു നോക്കുക. വെയിലത്ത് പോയി നിൽക്ക്, അത് നിന്നിട്ട് വാ. ഇതൊന്നും വേണ്ട, ഇതും കളഞ്ഞു മങ്കി ഷേപ്പിൽ പോയി സൂര്യനിൽ നിന്നല്ല, ഇങ്ങനെ ഉണ്ടാവും. ദൈവം ശരീരത്തിൽ വെച്ചിരിക്കുന്ന അഗണ്യമെന്ന് തോന്നുന്ന, ബലഹീനമെന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് പോലും എന്തുണ്ട്? ഒരു ഫങ്ഷൻ ഉണ്ട്, അതിനൊരു പ്രവൃത്തി ചെയ്യാനുണ്ട്. ചിലർ ബാഹ്യാവയവങ്ങളാണ്, ചിലർ ആന്തരിക അവയവങ്ങളാണ്. എന്നുവെച്ചാൽ ചിലർ വിസിബിളാണ്. ചിലരുടെ ഫങ്ഷൻ, സഭയിലെ ചില ആളുകളെ എല്ലാവരും അറിയും, ചിലരെ ആരും അറിയുക പോലും, ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് പോലും അറിയില്ല. പക്ഷേ ആന്തരിക അവയവങ്ങൾ ബാഹ്യ അവയവങ്ങളെക്കാൾ പ്രാധാന്യമുള്ളതാണെന്നറിയാമോ? ഹല്ലേലൂയ. ഫോർ എക്സാമ്പിൾ, ലങ്സ്. സ്വന്തം ലങ്സ് കണ്ടിട്ടുള്ള എത്ര പേരുണ്ട്? ഹല്ലേലൂയ പറ. ആരും പറഞ്ഞില്ല. സ്വന്തം ശ്വാസകോശം നമ്മൾ കണ്ടില്ല. എന്നാൽ പിന്നെ ആ ബലൂൺ അങ്ങ് പറിച്ച് കളഞ്ഞേക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അതങ്ങ് എടുത്ത് കളഞ്ഞാലോ? എന്തിനാ ഈ രണ്ടെണ്ണം വെച്ചുകൊണ്ട് എടുക്കണം? ശ്വസിക്കണ്ടല്ലോ നാളെ പോലെ. അത് പറിച്ച് കളയാന്ന് വെച്ചാൽ ആരും കണ്ടിട്ടില്ല, ആരും ഇന്ന് വരെ ശ്വാസകോശവുമായി ഷെയ്ക്ക് ഹാൻഡ് ചെയ്തിട്ടില്ല. ഈ കൈക്കാണെങ്കിൽ എല്ലാ ഷെയ്ക്ക് ഹാൻഡും കിട്ടുന്നുണ്ട്, എല്ലായിടത്തും പോകുന്നുണ്ട്, എല്ലാ ക്യാമറയിലും വരുന്നുണ്ട്, സെൽഫി എടുക്കുമ്പോഴും എല്ലാം
കാണുന്ന പലതുമുണ്ട്. പക്ഷെ കാണാത്തത് പ്രവർത്തനം നിർത്തിയാൽ കാണുന്നത് പിന്നെ അവിടെ ഉണ്ടാവില്ല. ഹാർട്ട് നോക്ക്, കിഡ്നി നോക്ക്, ലിവർ നോക്ക്, ആരും കണ്ടിട്ടില്ല. സഭയിൽ പ്രശസ്തരല്ലാത്ത, സ്റ്റേജിൽ കയറാത്ത പലരും സ്റ്റേജിൽ കയറുന്നവരെക്കാൾ പ്രാധാന്യം അർഹിക്കുന്നവരാണെന്ന് എത്ര പേർക്കറിയാം? ഞാനിവിടെ നിന്ന് വലിയതായ പ്രസംഗിക്കുന്നു, പക്ഷെ എൻ്റെ പുറകിൽ എന്നെ പ്രാർത്ഥിച്ച് പിന്താങ്ങുന്ന പ്രാർത്ഥനക്കാർ പ്രാർത്ഥന നിർത്തിയാൽ എൻ്റെ ഗ്യാസ് തീർന്നു, എൻ്റെ പരിപാടി തീർന്നു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞങ്ങൾ വായി തുറക്കുമ്പോൾ ഞങ്ങൾക്ക് ധാരാളമായ വചനം കിട്ടേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീൻ. പ്രാർത്ഥിച്ചാൽ മാത്രമേ വചനം ഒഴുകുള്ളൂ എന്നാണ് അപ്പസ്തോലൻ, അതിശ്രേഷ്ഠ അപ്പസ്തോലൻ പറയുന്നത്. അപ്പൊ നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനക്കാർ ആവശ്യമാണ്. ഹല്ലേലൂയ. ഡീക്കൺസ് ആവശ്യമാണ്. സ്റ്റേജിൽ കയറുന്നില്ലായിരിക്കാം, പക്ഷേ അവരാണ് ഓടി. ഇപ്പോൾ ഒരു ശവസംസ്കാരം കഴിഞ്ഞാൽ ഞാൻ ഓടി വന്നത്, ഡീക്കൺസ് അവിടെ ഓടി നടക്കുകയാണ്. ഇപ്പം ഞാൻ അവിടെ ചെല്ലുമ്പോൾ ശവസംസ്കാരത്തിന് വേണ്ടി ഡീക്കൺസ് ആരും സെർവ് ചെയ്യുന്നവരാരും ഫംഗ്ഷൻ ചെയ്യുന്നില്ലെന്നിരിക്കട്ടെ, ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? അവിടെ കിടക്കുന്ന അമ്മച്ചി എഴുന്നേറ്റ് പോവും. കാരണം ആരും ഞങ്ങളെ കുളിപ്പിച്ച് കിടത്താനല്ലോ ഒന്നുമില്ല. എൻ്റെ ശവസംസ്കാരം എത്ര നേരം എന്ന് വെച്ച് ഇങ്ങനെ കിടക്കും. അവസാനം മുഷിഞ്ഞ അമ്മച്ചി എഴുന്നേറ്റ് അമ്മച്ചിയുടെ പാട്ടിന് പോകും. ഇതൊക്കെ എല്ലാറ്റിനും ഓരോരുത്തർക്കും എന്തുണ്ട്, ഓരോ കർത്തവ്യങ്ങളുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. 5-ാമത്തെ വചനം വായിക്കാം. അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. നമ്മളെല്ലാവരും ക്രിസ്തുവിൽ ഒരു ശരീരമാണ്. അതൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ബാക്കി പറയാം. എല്ലാവരോടൊന്ന് പറഞ്ഞു, നമ്മളെല്ലാവരും ക്രിസ്തുവിൽ ഒരു ശരീരമാണ്. അപ്പം എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാണ്. ഹല്ലേലൂയ. ഞാൻ ഇന്ന് വരെ സഭയിൽ ഇവിടെ നിങ്ങളെല്ലാം കാണാനോ ശുശ്രൂഷിക്കാനോ വരുമ്പോൾ ഇന്ന് വരെ കൈ വീട്ടിൽ വെച്ചിട്ട് വന്നിട്ടില്ല. എല്ലാ ദിവസവും തൂക്കിക്കൊണ്ട് നടക്കണം. ഇന്നൊരു ദിവസം റെസ്റ്റ്. കൈ വീട്ടിൽ വെച്ചിട്ട് എനിക്ക് വരാൻ പറ്റുമോ? ഇല്ല. ശരീരം ചലിക്കുമ്പോൾ എല്ലാ അവയവങ്ങളും ഒരുമിച്ച് ഏകോപിപ്പിച്ച് സന്ധികളാലും മജ്ജകളാലും ഒരുമിച്ച് കണക്ട് ചെയ്ത്, അല്ലേ, സിന്യൂസ്, മസിൽസ്, നെർവ്സ് ഇതെല്ലാം ചേർന്ന് കണക്ട് ചെയ്യപ്പെട്ട് ഒരു യൂണിറ്റ് ആയിട്ടാണ് മുന്നിലേക്ക് പോകുന്നത്. എനിക്കറിയാൻ സ്തോത്രം പറയില്ല. എന്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്? ദ യൂണിറ്റി ഇൻ ദ ചർച്ച്. സഭയിൽ ഐക്യത വേണം. ഇങ്ങനെയൊക്കെയുള്ള കൂട്ടായ്മയിൽ ഞാൻ വരുന്നില്ല. അവ കൈ വീട്ടിലിരിക്കുവോ? ഞാൻ വരുന്നില്ല, ഞാൻ ലൈവ് കണ്ടോളാം. ഇതൊക്കെ പറയുമ്പോൾ ഓർക്കണം, യു ആർ ഡിവൈഡിങ് ദ ചർച്ച്, യു ആർ സെപ്പറേറ്റിംഗ് യുവർ സെൽഫ് ഫ്രം ദ ചർച്ച്. സഭയുടെ യൂണിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ യൂണിറ്റിൽ നിന്ന് നിന്നെ തന്നെ അടർത്തി മാറ്റുകയാണ്. ഒരാൾക്കും കൂട്ടായ്മ വിട്ട് മാറിയിരിക്കാൻ സാധ്യമല്ല. ആക്കി വെച്ച സ്ഥലത്ത് അവയവം അവിടെ ഇരുന്നുകൊണ്ട് ഫങ്ഷൻ ചെയ്തോളണം. ഹാർട്ടേ ആ വാരിയലിൻ്റെ കൂടിനകത്തിരുന്നുകൊണ്ട് പ്ലക് 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 പ്ലക്, അത് മാത്രം നീ ചെയ്താൽ മതി. അതിനുള്ള വിശ്വാസം നിനക്ക് തന്നിട്ടുണ്ട്, അതിനുള്ള സമർപ്പണം നിനക്ക് തന്നിട്ടുണ്ട്. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ വീട്ടിലിരിക്കരുത്. ഒരുമിച്ച് ശരീരത്തോടൊപ്പം യാത്ര ചെയ്തോളണം. ഇതാ പൗലോസ് പറയുന്നത്. ഹല്ലേലൂയ. അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. 6-ാം വചനത്തിലേക്ക് വരാം. ഇനി നമ്മൾ കയറാൻ പോകുന്ന ഡിഫറെന്റ് ഗിഫ്റ്റ്സ്, വിവിധ കൃപാവരങ്ങളെ കുറിച്ച് പറയാൻ പോവുക. ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരമുള്ളത് കൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം. പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം. അവിടെ നിൽക്കട്ടെ. ഒരു 7ഓളം ഗിഫ്റ്റുകളാണ് ഇവിടെ പറയുന്നത്. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ വേറെ പറയുന്നുണ്ട്. അതല്ല ഇത്, അത് വേറെ ഒരു ഗ്രൂപ്പ് ഓഫ് ക്ലസ്റ്റർ ഓഫ് ഗിഫ്റ്റ്സ് പറയുന്നുണ്ട്. ഇതിനെ സാധാരണ വിളിക്കുന്നത് ഗിഫ്റ്റ്സ് ഓഫ് ഗ്രേസ് അല്ലെങ്കിൽ ഗ്രേസ് ഗിഫ്റ്റ്സ്, കൃപാവരങ്ങൾ എന്നറിയപ്പെടുന്ന. കരിസ്മാറ്റ, ഗിഫ്റ്റ്സ് ഓഫ് ഗ്രേസ്, കരിസ്മാറ്റ എന്ന വാക്കാണ് ഗ്രീക്കിൽ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ചെറിയ യൂണിറ്റാണ് കാരിസ്. കാരിസിൽ നിന്നാണ് കരിസ്മാറ്റ, കരിസ്മ, കരിസ്മാറ്റിക് തുടങ്ങിയ പദങ്ങളെല്ലാം വരുന്നത്. എല്ലാം കാണിക്കുന്നത് കൃപയാൽ നൽകപ്പെടുന്ന വരങ്ങളെ കുറിച്ചാണ്. ഗിഫ്റ്റാണ്, ഫ്രീ ആണ്, കൃപയാലാണ് ഇത് കിട്ടുന്നത്. അതാണ് കൃപാവരമായി മാറുന്നത്. വാട്ട് ഈസ് കരിസ്മാറ്റ? എന്താണ് ഗ്രേസ് ഗിഫ്റ്റ്സ്?
divine enabling to do some service in the body of Christ. ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ചില പ്രവൃത്തികൾ ചെയ്യുവാൻ, ചില സേവനങ്ങൾ ചെയ്യുവാനുള്ള ദൈവികമായ ശക്തീകരണം അല്ലെങ്കിൽ ശാക്തീകരണമാണ് കൃപാവരം എന്ന് പറയുന്നത്. കൃപാവരം എന്നാൽ എന്ത്? ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ അല്ലെങ്കിൽ ശരീരത്തിന് വേണ്ടി ചില സേവനങ്ങൾ ചെയ്യുവാൻ ദൈവം ഒരു വ്യക്തിക്ക് നൽകുന്ന ദൈവികമായ ശാക്തീകരണം, ദി എനേബിളിംഗ്. സത്യം പറഞ്ഞാൽ എല്ലാ വിശ്വാസികൾക്കും കുറഞ്ഞത് ഒരെണ്ണമെങ്കിലും ഉണ്ടാവുമെന്നാ പറയുന്നത്. ബ്രദറെ, എൻ്റെ തലയിൽ കഴിച്ചൊന്ന് ആട്ടി പ്രാർത്ഥിക്കുക, ആട്ടുകല്ല് പോലെ. എന്തെങ്കിലും കൃപാവരം ഒന്ന് ഊറി ഇറങ്ങി എന്നിലേക്ക് വരാൻ വേണ്ടി. എൻ്റെ സഹോദര സഹോദരി, എല്ലാ വിശ്വാസികൾക്കും മിനിമം ഒരു കൃപാവരങ്ങളും ദൈവം കൊടുത്തിട്ടുണ്ട്. 1 കൊരിന്ത്യർ 12:11, 1 Corinthians 12:11. All these are the work of one and the same Spirit, and He distributes them to each one just as He determines. എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. ഈ വചനം ശരിക്കും അനലൈസ് ചെയ്ത് പഠിച്ചാൽ എല്ലാ വിശ്വാസികൾക്കും എന്തെങ്കിലുമൊക്കെ കർത്താവ് കൊടുക്കുന്നുണ്ടെന്നാ. പിന്നെ എന്തുകൊണ്ട് വീണ്ടും എനിക്കൊരു കൃപാവരം വേണം എന്ന് പറഞ്ഞിട്ട് ജനങ്ങൾ നടക്കുന്നു? നമ്പർ 1 ഇഗ്നോറൻസ്, നമ്പർ 2 നെഗ്ലിജൻസ്. 2 കാരണങ്ങളാൽ ഇത് സംഭവിക്കുന്നു. 1 അറിവില്ല, ഇതെനിക്ക് ഉണ്ടെന്നുള്ള തിരിച്ചറിവില്ല. ചിലർക്ക് ഉണ്ടെന്നറിയാം, ഉപയോഗിക്കുന്നില്ല, അതിനെ ഇഗ്നോർ ചെയ്യുന്നു, അതിന് വേണ്ടെന്ന് വെക്കുന്നു. അതുകൊണ്ടാണ് മകനെ തിമോത്തിയോസേ, മൂപ്പന്മാരുടെ കൈവെപ്പിനാൽ നിന്നിലുള്ള കൃപാവരം ഉപേക്ഷയായി വിചാരിക്കാതെ അത് സകലർക്കും പ്രയോജനപ്പെടും, അതിനെ ജ്വലിപ്പിക്കണം എന്ന് പറഞ്ഞു. സഹോദരിമാരെ, സഹോദരന്മാരെ, നിങ്ങൾ ആരെങ്കിലും ദൈവത്തിലുള്ള കൃപാവരം തിരിച്ചറിയാതെ ഇവിടെ ഇരിക്കുന്നുണ്ടോ? എന്താണ് എൻ്റെ കൃപാവരം? ബ്രദർ പ്രാർത്ഥിച്ചു നോക്ക്, നീ പ്രാർത്ഥിച്ചു നോക്ക്, നിനക്ക് പ്രാർത്ഥിച്ചൂടെ? അവനവൻ്റെ കാര്യമല്ലേ? പോയിരുന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ എന്താണ് എനിക്ക് നീ തന്നിരിക്കുന്ന കൃപാവരം? ഒന്ന് കാണിച്ചതാ, വെളിപ്പെട്ട്. ഒത്തിരി നേരം അത് പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവിൽ അന്യഭാഷകൾ പ്രാർത്ഥിക്കുകയും ചെയ്ത പരിശുദ്ധാത്മാവ് നേരെ വന്ന് നിന്റെ വലത്തെ കൈക്ക് പിടിച്ച് കൊണ്ടുപോയി, ഇതാണ് മോനെ മോളെ നിന്റെ കൃപാവരം എന്ന് കാണിച്ചു തരും. അതിനുള്ള സാഹചര്യങ്ങൾ വരും. അല്ല വ്യക്തികളുമായി കണക്ട് ചെയ്യും, അല്ലെങ്കിൽ ഓർക്കാപ്പുറത്ത് ഒരു വ്യക്തിയുമായി സംസാരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് എന്തെങ്കിലും നിന്റെ വായിൽ നിന്ന് വരും, അയ്യോ ഇത് പരിശുദ്ധാത്മാവല്ലേ തന്നത്, ഓ അപ്പം എനിക്ക് എൻ്റെ കൃപാവരം അതായിരിക്കുമോ? ഇതൊക്കെ വരണമെങ്കിൽ അതിലോട്ടിടുന്ന് എടുത്ത് ചാടണ്ടേ? പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ കർത്താവ് അതിലേക്ക് നിന്നെ കൊണ്ടുവരും. അതല്ലാതെ 10 പേര് പ്രാർത്ഥിച്ച് നിന്റെ കൃപാവരം പ്രവചനമാണെന്ന് പറഞ്ഞതുകൊണ്ട് നീ പ്രവചിക്കുകയൊന്നുമില്ല. അവരവരായി പ്രാർത്ഥിച്ച് തെളിഞ്ഞ് ജ്വലിപ്പിക്കണം, എങ്കിൽ മാത്രമേ അത് വെളിപ്പെട്ട് വരൂ. ഇനി അതിൽ പല പല കൃപാവരങ്ങളെ കുറിച്ച് പറയുന്നത് 7 കാര്യങ്ങളാണ് അവിടെ പ്രത്യേകിച്ച് പറയുന്നത്. അത് ഓരോന്നും നോക്കാം. ഇഫ് യുവർ ഗിഫ്റ്റ് ഈസ് പ്രൊഫസൈയിങ്, 6-ാം വചനത്തിലേക്കാണ് ഞാൻ വരുന്നത്, 12:6. ഇഫ് യുവർ ഗിഫ്റ്റ് ഈസ് പ്രൊഫസൈയിങ്, then prophesy in accordance with your faith. ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരമുള്ളത് കൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം. പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം, നിനക്ക് ദൈവം തരുന്ന ഉള്ളിൽ തരുന്ന വിശ്വാസത്തിനൊത്ത. പ്രവചനം എന്ന് പറഞ്ഞാൽ സിംപ്ലി സ്പീക്കിംഗ് എന്താണെന്ന് ഞാൻ പറയാം. ഇൻസ്പയർഡ് സ്പീക്കിംഗ്, അതാണ് പ്രവചനം. ഇൻസ്പയർഡ് സ്പീക്കിംഗ്, ഏറ്റവും സിമ്പിൾ ഡെഫിനിഷൻ ഞാൻ പറയുന്നത്. പ്രവചനത്തിൻ്റെ ആഴങ്ങൾ ഒത്തിരി കിടക്കുന്നു. അതായത് ദൈവാത്മ പ്രചോദിതമായി സംസാരിക്കുന്നത് ആണ് പ്രവചനം. പരിശുദ്ധാത്മ പ്രചോദിതമായുള്ള സംസാരം പ്രവചനമാണ് ജനറലി. പിന്നെ അതിൻ്റെ തലങ്ങൾ ഒത്തിരി കിടക്കുവാണ്, അതിലോട്ട് ഞാൻ പോകുന്നില്ല, ഇത് കൃപാവരങ്ങളുടെ ക്ലാസ് അല്ല. അടുത്തതാണ് 7-ാമത്തെ വചനത്തിൽ, ഇഫ് ഇറ്റ് ഈസ് സെർവിങ് ദെൻ സെർവ്. ശുശ്രൂഷ എങ്കിൽ ശുശ്രൂഷയിൽ. ശുശ്രൂഷ അവിടെ ശരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് സേവനം. സെർവിങ്. വാട്ട് ഈസ് സെർവിങ്? ഗിവിംഗ് പ്രാക്ടിക്കൽ അസിസ്റ്റൻസ് ടു മിനിസ്റ്റേഴ്സ് ആൻഡ് പീപ്പിൾ. ജനങ്ങൾക്കും ശുശ്രൂഷകർക്കും പ്രായോഗിക സഹായം നൽകുക, അതാണ് സെർവിങ്. ജനങ്ങൾക്കും ശുശ്രൂഷകർക്കും പ്രായോഗിക സഹായം നൽകുന്നതാണ് എന്ത്? സേവനം, സെർവിങ് എന്ന് പറയുന്നത്. ഇതിനു വേണ്ടിയാണ്
അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായത്തിൽ ഡീക്കന്മാരെ തിരഞ്ഞെടുത്തത് ഓർമ്മയുണ്ടോ? അവിടെ ഒരു സഭയിൽ പ്രശ്നമുണ്ടായി ഭക്ഷണം വിളമ്പുന്ന കാര്യത്തിൽ. അപ്പോഴാണ് എന്ത് പറഞ്ഞത്? അപ്പോസ്തലന്മാരായ ഞങ്ങൾ ദൈവജന ശുശ്രൂഷയും പ്രാർത്ഥന ഉപേക്ഷിച്ച് മേശമേൽ വിളമ്പുന്നത് നല്ലതല്ല, അതുകൊണ്ട് ആത്മാവും ജ്ഞാനവും നിറഞ്ഞ 7 പേരെ തിരഞ്ഞെടുക്കുവിൻ, ഡീക്കൺസ്. ആദ്യത്തെ ഈ ഡീക്കൺസ് നിലവിൽ വന്നു. ആ ഡീക്കൺസാണ് എന്ത് ചെയ്താൽ പിന്നെ തുടങ്ങി ആർക്കും പരാതിയില്ലാത്ത രീതി, വിധവമാർക്ക് എല്ലാ ഭാഷക്കാർക്കും ഒരുപോലെ നല്ല രീതിയിൽ ഭക്ഷണം വിളമ്പി പ്രശ്നം അവസാനിപ്പിച്ചത്. ഹല്ലേലൂയ. അത് ഒരു വശമാണ് എന്തിൻ്റെ? സെർവിങ്, ഗിഫ്റ്റ് ഓഫ് സർവീസിൻ്റെ ഒരു വശമാണ്. ഞാൻ ഒന്നിനൊരു കാര്യം കൂടി പറയാൻ പോവാ, ശ്രദ്ധിച്ചു കേട്ടേക്കണം. പിക്ക് ആൻഡ് ഡ്രോപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സർവീസുണ്ട് പല രാജ്യങ്ങളിൽ. കേട്ടിട്ടുണ്ടോ? കേട്ട് കാണില്ല. എന്താണത്? വാഹനങ്ങളുള്ളവർ വാഹനങ്ങളില്ലാത്ത വിശ്വാസികളെ അവരുടെ വീട്ടിൻ്റെ പടിക്കൽ ചെന്ന് പിക്ക് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? സഭയിൽ കൊണ്ടുവന്ന് അവസാനം പറയും, ഇന്ന പില്ലറിൻ്റെ അവിടെ ഇത്ര മണിക്ക് കാണണം. അവരെ കണ്ട് അവരെ തിരിച്ചു കൊണ്ടുപോയി ആക്കി കൊടുക്കും. എപ്പോൾ വരെ? അവർക്ക് സ്വന്തം വണ്ടി ഉണ്ടാകുന്നത് വരെ. എനിക്കറിയാവുന്നതുകൊണ്ട് പല രാജ്യങ്ങളിലും ചെയ്യുന്നതാണ്. നമ്മളിവിടെ കുശുമ്പും സ്വാർത്ഥതയൊക്കെ ഉള്ളതുകൊണ്ട് ആരും അങ്ങനെ ഒരു സർവീസ്, അങ്ങനെ ഒരു കൃപാവരം ഉള്ളതായി പോലും കേട്ടിട്ടില്ല, കേൾക്കണമെന്ന് ആഗ്രഹവുമില്ല. കാരണം ഇനി കേട്ട് കഴിഞ്ഞാൽ അവരെല്ലാം കൂടി ചവർ പോലെ വണ്ടിയിലോട്ട് കയറി ചെരുപ്പിൽ അഴുക്കും എല്ലാം ആക്കി വണ്ടിയും ചീത്തയാക്കി. പിന്നെ നമുക്ക് അത് കഴിഞ്ഞ് പല സ്ഥലങ്ങളിലൊക്കെ പോകാനുള്ളതാണ് അല്ലേ? ചർച്ച കഴിഞ്ഞ് നമുക്ക് അഭിരാമി പോകണം, പിന്നെ എവിടെയൊക്കെ പോകേണ്ടത്, പല സ്ഥലങ്ങളിൽ പോകാനുള്ളതാണ് അല്ലേ? അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു സർവീസ്, അങ്ങനെ ഒരു കൃപാവരം ഞങ്ങൾക്കില്ല. അതുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ ചർച്ച എവിടെ എത്തിയേനെ? പലർക്കും ബസ് കാശില്ല, വരാൻ മാർഗങ്ങളില്ല, പലതും ഉള്ളതുകൊണ്ട് ഇരിക്കാതിരിക്കുക എത്രയോ പേരുണ്ട്. ഞാൻ ഇന്നും ഓർക്കുന്നു, ഞാൻ രക്ഷിക്കപ്പെട്ട അന്ന് സൈക്കിളുള്ള കാലത്ത് പോലും ആരെയെങ്കിലും വലിച്ചുകൊണ്ട് പോകും. ബൈക്കായ ശേഷവും ആരെയെങ്കിലും പുറകിൽ കയറ്റും. എത്രയോ പേരെ ഞാൻ കൊണ്ടുപോയി, എത്രയോ പേരെ. ദൈവറിയാൽ ചിലരൊക്കെ ഇന്നും വിശ്വാസത്തിലുണ്ട്. ഞാൻ എന്നിങ്ങനെ പുറകിൽ വെച്ച് കൊണ്ടുപോയ പലരും ഇന്നും വിശ്വാസത്തിലുണ്ട്. അപ്പം ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഈ കൃപാവരമില്ല എന്ന് പറയുന്നത് പച്ചക്കള്ളമല്ലേ? ഇതെങ്കിലും അതൊരു കൃപാവരമായിട്ട്, ഗ്രേസ് കരിസ്മാറ്റ അതിൽ പെട്ടതാണത്. ഹെൽപ്പിംഗ് മിനിസ്ട്രി, സഹായം ചെയ്യാനുള്ള വരം. ഇല്ലെങ്കിൽ ചോദിച്ചു മേടിക്കുന്നേ ഞാൻ പറയും, ചോദിച്ചു മേടിക്കും. വലിയ പ്രതിഫലം കിരീടം കിട്ടുന്ന കാര്യം ഞാൻ പറയുന്നത്. നമ്മൾ വിചാരിക്കും ഈ സാധനം പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് ശുശ്രൂഷ. നെവർ. എത്രയോ വർഷങ്ങൾ ഈ സാധനം കൈകൊണ്ട് പോലും തൊടാതെയാണ് ഞാൻ ശുശ്രൂഷിച്ചത്. കൈകൊണ്ട് തൊട്ടിട്ടില്ല. ഇങ്ങനെ കുന്ത്രണ്ടം ഞങ്ങളുടെ സഭയിൽ ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെ തുടർന്നു? ഇല്ലെങ്കിൽ പോലും ഞാൻ അവിടെ കയറി പ്രസംഗിക്കാറില്ല. ഞാൻ പായ വരിക്കാൻ ചൂലുകൊണ്ടടിച്ച് മാറാലത്, ഇതൊക്കെയായിരുന്നു എൻ്റെ ശുശ്രൂഷ. ഞാൻ ഉണ്ടാക്കി പറയുമല്ല, ചെയ്തിട്ടാണ് പറയുന്നത്. ഏകദേശം 10 വർഷമെങ്കിലും അങ്ങനത്തെ ശുശ്രൂഷ ചെയ്ത ശേഷമാണ് ഇങ്ങനെയുള്ള ശുശ്രൂഷയ്ക്ക് ഞാൻ കയറിയത്. കുറഞ്ഞത് 10 വർഷം. ബാത്റൂം കഴുകുമായിരുന്നു, ബാത്റൂം ഉണ്ടാക്കുമായിരുന്നു, എല്ലാ ടൈപ്പ്. എത്രത്തോളം താഴാമോ മണ്ണിലും ചെളിയിലും കിടന്ന് കരിങ്കല്ല് ചുമന്ന് ഫെയ്ത്ത് ഹോമിൽ ഞാൻ വർക്ക് ചെയ്തത് 10.5 വർഷം. എന്നിട്ടാണ് ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയത്. ഞാൻ പറയുന്നത്, ഈ ഒരു ശുശ്രൂഷ ചെയ്യാൻ താല്പര്യമില്ലാത്തവൻ ഈസ് നോട്ട് എ സെർവന്റ് ഓഫ് ഗോഡ്. നോട്ട് എ സെർവന്റ് ഓഫ് ഗോഡ്. TB ജോഷുവ എന്ന് പറഞ്ഞൊരു ദേവദാസൻ നൈജീരിയയിലുണ്ട്. ഇന്ന് അദ്ദേഹത്തെ രാജ്യങ്ങളിൽ കൊണ്ടുപോയി നേഷൻ്റെ ഗസ്റ്റായിട്ട് നാഷണൽ സ്റ്റേഡിയങ്ങളിലാണ് അദ്ദേഹം ശുശ്രൂഷിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആദ്യകാലങ്ങളിൽ ചേരി പോലെയുള്ള പ്രദേശത്ത് അദ്ദേഹം തന്നെ ഇറങ്ങി ചെളിയിൽ കിടന്ന് വർക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇന്നുണ്ട്. അത് ആ താഴ്മ വരാത്തവൻ എന്ത് പുൾപിറ്റ് മിനിസ്റ്റർ ചെയ്യാൻ പോകും? അടുത്തതാണ് ടീച്ചിങ്. ഉപദേശിക്കുന്നവനെങ്കിൽ ഉപദേശത്തിൽ. എന്താണത്? എക്സാമിനിങ് ആൻഡ് സ്റ്റഡിയിങ് ആൻഡ് ഇൻസ്ട്രക്റ്റിംഗ് ഗോഡ്സ് വേർഡ് ഇൻ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ദൈവവചനം പരിശോധിച്ച് പഠിപ്പിക്കുന്നത് ആണ് ഗിഫ്റ്റ് ഓഫ് ടീച്ചിങ്.
ഗിഫ്റ്റ് ഓഫ് ടീച്ചിങ് ഉള്ള ആളുകൾ എന്ത് ചെയ്യും? മണിക്കൂറുകൾ ബൈബിളുമായിട്ടിരിക്കും. കൊതി പിടിച്ച് രസിച്ച് ലയിച്ച് ലഹരി പിടിച്ച് വചനമായിട്ടിരിക്കും. നിനക്ക് എന്തുണ്ട്? ടീച്ചിങ് ഗിഫ്റ്റ് ഉണ്ട്. ഇറ്റ് ഈസ് ഗ്രൗണ്ടിങ് മിനിസ്ട്രി. ജനങ്ങളെ വചനത്തിൽ വേരൂന്നി ഉറപ്പിക്കുന്ന ശുശ്രൂഷയാണ് ടീച്ചിങ് മിനിസ്ട്രി, ഉപദേശിക്കുന്ന ശുശ്രൂഷ. 8-ാം വചനത്തിലേക്ക് വരാം. ഇഫ് ഇറ്റ് ഈസ് ടു എൻകറേജ് then give encouragement. അടുത്ത ഒന്നാണ് എന്ത്? പ്രബോധനം എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഗിഫ്റ്റ് ഓഫ് എൻകറേജ്മെന്റ് ആളുകളെ ഉത്സാഹിപ്പിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന, പ്രചോദിപ്പിക്കുന്ന, ഉണർത്തിവിടുന്ന ശുശ്രൂഷ. എന്താണത്? അപ്ലിഫ്റ്റിംഗ് പീപ്പിൾ ഫ്രം ലോ സ്പിരിറ്റ്സ്. മാനസികമായി തളർന്നു പോകുന്ന, ക്ഷീണിച്ചു പോകുന്ന ആളുകളെ ഉത്സാഹിപ്പിക്കുന്ന ശുശ്രൂഷ. ഒറ്റ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്കത് ഉണ്ടോ ഇല്ലെന്ന് ഞാൻ പറയാം. നിങ്ങളുടെ അടുത്ത് 5 മിനിറ്റ് നിങ്ങളുടെ ഒരു കൂട്ടുകാരനോ സഹശുശ്രൂഷകനോ സഹശുശ്രൂഷക്കാരിയോ ഒരു വിശ്വാസിയോ വന്നാൽ 5 മിനിറ്റിന് ശേഷം നിങ്ങളെ വിട്ടവർ പോകുമ്പോൾ അവരുടെ ഉള്ളിലുള്ള മനസ്സ് തളർന്നു പോകുമോ അതോ ഒരു സിംഹത്തെ പോലെ ചാടി ഉണർന്ന് പുറത്തു പോകുമോ? ഇത്രയും മാത്രം ഓർത്താൽ മതി. എന്തുണ്ട് ബ്രദറെ വിശേഷം എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവല്ലേ കൂടെയുള്ളത്, ഒരു 2-3 കാര്യങ്ങൾ അങ്ങ് പറയുമ്പോൾ അകത്തോട്ട് പമ്പ് ചെയ്ത് കയറുന്നത് പോലെ ഉത്സാഹം, പ്രചോദനം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ശുശ്രൂഷയുണ്ട്. ഇല്ലാത്തവർ ചോദിച്ചു മേടിക്കുക, അതിനെ വളർത്തിയെടുക്കുക, ജ്വലിപ്പിച്ചെടുക്കുക. ഗിഫ്റ്റ് ഓഫ് എൻകറേജ്മെന്റ് ഭയങ്കര ഒരു സംഭവമാണ്. അത് ചെയ്താലൊരു ഗുണമുണ്ട്. നീ എന്തെങ്കിലും ലോ സ്പിരിറ്റ്സിലാകുന്ന സമയത്ത് നിന്നെ ഉണർത്താനും ആരെയെങ്കിലുമൊക്കെ കർത്താവ് വിലാപ്പുറത്ത് തട്ടാൻ അയച്ചു തരും. അതുകൊണ്ട് ആരെങ്കിലും തളർന്നിരിക്കുന്നത് കണ്ടാൽ, തകർന്നിരിക്കുന്നത് കണ്ടാൽ അടുത്ത് ചെന്ന് ഒന്ന് കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിച്ച് ഉണർത്തി കുറച്ച് വചനമൊക്കെ കൊടുത്ത് ഞാൻ എൻ്റെ ബ്രദർ എന്നെ വിളിക്കുക, എന്തെങ്കിലും ആവശ്യമുണ്ട് എന്നെ വിളിക്കുക, നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം, കൂടെ ഉണ്ട് എന്നൊക്കെ പറയാം. അടുത്തത് പറ, ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ. അടുത്തത് ഇഫ് ഇറ്റ് ഈസ് ഗിവിങ് then give generously. അടുത്തതാണ് കൊടുക്കാനുള്ള വരം. Giving money, possessions and properties sacrificially to God for his people and for his people. ദൈവത്തിനും തൻ്റെ ജനങ്ങൾക്കും പണം, സ്വത്തുക്കൾ, അതുപോലെ വസ്തുവകകൾ ത്യാഗപരമായി കൊടുക്കുവാനുള്ള മനസ്സിനെയാണ് ഗിവിങ് എന്ന് പറയുന്നത്. ഇവിടെ എന്താ പറഞ്ഞത്? ദാനം ചെയ്യുന്നവൻ. ഗിവിങ്, ഗിഫ്റ്റ് ഓഫ് ഗിവിങ്. അത് ഗോഡ്സ് പോർഷൻ കൊടുക്കുന്നതിനെ കുറിച്ചോ സ്തോത്രക്കാഴ്ച കൊടുക്കുന്നതിനെ കുറിച്ചോ അല്ല ഇത് പറയുന്നത്. അത് ചട്ടപ്രകാരം എന്തെങ്കിലുമൊക്കെ കൊടുക്കും, അതിനെക്കുറിച്ചല്ല പറയുന്നത്. മനസ്സലിവോടെ ഇവിടെ ആരെങ്കിലുമൊക്കെ ഓരോ ആവശ്യങ്ങൾ, സഭയുടെ ആവശ്യങ്ങൾ, ദൈവ വേലയുടെ ആവശ്യങ്ങൾ പറഞ്ഞ് ഞെക്കി ഞെരിക്കുമ്പോൾ എന്തെങ്കിലും കൊടുക്കുന്നതിനെ കുറിച്ചും അല്ല പറയുന്നത്. ഈ കൃപ ഉള്ളവർ ദൈവസ്ഥലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവരുടെ അകത്ത് ഉപദേശിക്കും, ഇന്നത് കൊടുക്കുക, ഇന്നത് കൊടുക്കുക, ഇന്ന കൊടുക്കുക. ഞാൻ സാധാരണ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ഏതെങ്കിലുമൊക്കെ മീറ്റിങ്ങിൽ പോകുമ്പോൾ ചില ദൈവദാസന്മാരെ ചില ആളുകളെ കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ കൃത്യമായി പറയും, ഇന്ന എമൗണ്ട് ഇന്ന ആൾക്ക് കൊടുക്കുക. അത് കറക്റ്റായിരിക്കും, അത് കറക്റ്റായിരിക്കും. ആ ആള് കൃത്യമായ ആവശ്യത്തിലായിരിക്കും. കൊടുത്തു കഴിയുമ്പോൾ ആളുടെ ആവശ്യം നിറവേറുന്നതായി നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. ഹല്ലേലൂയ. ഒരിക്കൽ ദൈവദാസൻ ഇവിടെ വന്ന സമയത്ത് എന്നെ ഒരു എമൗണ്ട് കൊടുക്കാൻ ദൈവാത്മാവിൻ്റെ ഉള്ളിൽ പ്രേരിപ്പിച്ചു. ചില ആഴ്ചകൾക്ക് ശേഷം ഞാൻ അറിഞ്ഞു അത് കൃത്യം അദ്ദേഹത്തിൻ്റെ കണ്ണ് സർജറി ചെയ്യാനുള്ള പൈസയായിരുന്നു. അത് ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ ഒരു സർജറി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആരും എനിക്കറിയില്ല. പിന്നീട് ഞാൻ അറിഞ്ഞു ആ കറക്റ്റ് എമൗണ്ട് ആയിരുന്നു ഹോസ്പിറ്റലിൽ കെട്ടേണ്ടിയിരുന്നത്. അതാണ് ദൈവാത്മാവ് എന്നോട് സംസാരിച്ചത്. ഞാൻ അനുസരിച്ചത് കൊണ്ട് ഒരു ദൈവദാസന്റെ കണ്ണ് ശരിയായി. ഹല്ലേലൂയ. അടുത്തത് ലീഡിങ്, ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ. ഗൈഡിങ് ആൻഡ് ഓവർസീയിങ് പീപ്പിൾ ഇൻ ദെയർ ക്രിസ്ത്യൻ വാക്ക്. ജനങ്ങളെ നയിക്കുന്ന ശുശ്രൂഷ. ലീഡർഷിപ്പിൽ നിന്നുകൊണ്ട് ഒരു ബ്ലെസ്സിംഗ് ഗ്രൂപ്പ് ലീഡർ ആകാം, സോണൽ മിനിസ്റ്റർ ആകാം, എന്തുമായിക്കോട്ടെ, അതെല്ലാം ലീഡിംഗ് മിനിസ്റ്ററിൽ പെടുന്നു. അടുത്തത് കരുണ ചെയ്യുന്ന പ്രസന്നതയോടെ. ഷോയിങ് മേഴ്സി, ഹെൽപ്പിംഗ് ആൻഡ് കംഫർട്ടിംഗ് ദോസ് ഇൻ നീഡ് ഓർ ഡിസ്ട്രസ്. വളരെ നിരാശയിലോ ആവശ്യത്തിലോ ഇരിക്കുന്നവരെ സഹായിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ് എന്ത്? ഷോയിങ് മേഴ്സി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇനി അടുത്ത ചില വചനങ്ങൾ വളരെ വേഗത്തിൽ വായിച്ച്
നമുക്ക് ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യാം. അടുത്ത ഭാഗം 9 മുതൽ 21 വരെയുള്ള ഭാഗം എന്തിനെക്കുറിച്ചാണ്? റിലേഷൻഷിപ്പ് വിത്ത് പീപ്പിൾ, ജനങ്ങളുമായുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളാണ്. അതിൽ തന്നെ 16 വരെയുള്ള വചനങ്ങൾ ബി ഇൻ ഹാർമണി വിത്ത് ഇൻസൈഡേഴ്സ്, അകമേയുള്ളവരോട് എന്നിങ്ങനെ ജീവിക്കണം, അനുരഞ്ജനത്തിൽ ജീവിക്കണം. ഇത് വളരെ സരളമാണ്, വായിച്ചു പോകാം വേഗത്തിൽ. സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. സ്നേഹം നടിച്ചാൽ പോരാ, സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. അതുകൊണ്ടാണ് ഈ സെക്ഷനെ പറയുന്നത് ലവ് ഇൻ ആക്ഷൻ. പറഞ്ഞ് സ്നേഹം അഭിനയിക്കാൻ നമുക്ക് സാധ്യമാണ്, പക്ഷെ സമയത്ത് ഒഴുകി വരില്ല. അടുത്തത് തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവിൻ. ഹേറ്റ് വാട്ട് ഈസ് ഈവിൾ, തിന്മയായതിനെ വെറുക്കുക. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്? തിന്മ കാണുമ്പോൾ, അശുദ്ധി കാണുമ്പോൾ, പാപ സ്വഭാവങ്ങൾ കാണുമ്പോൾ അകത്തൊരു വെറുപ്പ്. മനുഷ്യരെ അല്ല, ആ പാപങ്ങളെ, തിന്മകളെ വെറുക്കുന്നൊരു സ്വഭാവം ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് വിശുദ്ധിക്ക് വേണ്ടി ഒരു വിളിയുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്തത് ക്ലിങ് ടു വാട്ട് ഈസ് ഗുഡ്, നല്ലതിനോട് പറ്റിക്കൊള്ളുവിൻ. നന്മ എന്തെങ്കിലും കണ്ടാൽ എന്ത് ചെയ്യണം? അതിനോട് ക്ലിങ്, അള്ളിപ്പിടിക്കണം, അതിനെ മുറുകെ പിടിക്കണം. 10 സഹോദരപ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവിൻ. അടുത്ത ഒന്നാണ് സഹോദരപ്രീതി. ബി ഡിവോട്ടഡ് ടു വൺ അനദർ എന്ന് വെച്ചാൽ സഹോദരങ്ങൾക്ക്, പ്രത്യേകിച്ച് വിശ്വാസികളോട് ഭയങ്കര ഒരു സ്നേഹം ഉണ്ടാകണം. വായിക്കാം. സ്ഥായി കൊണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് നിൽക്കുവിൻ. ഓണർ വൺ അനദർ എബവ് യുവർസെൽവ്സ്, നിങ്ങളെക്കാൾ ഉപരിയായി മറ്റുള്ളവരെ ബഹുമാനിക്കുക. അപ്പൊ ബഹുമാനം എന്ന് പറയുന്നത് നമ്മുടെ ഒരു കൾച്ചറിന്റെ പാട്ടായി മാറണം. ഹല്ലേലൂയ. വരുന്ന ദേവദാസന്മാരെ പൂച്ചട്ട് കൊടുത്ത് സ്വീകരിക്കുന്നത് മാത്രമല്ല, തൊട്ടടുത്തിരിക്കുന്ന വിശ്വാസിയെ ബഹുമാനിക്കാൻ നമ്മൾ പഠിക്കണം, അവരെ ഓണർ ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? തൊട്ടടുത്തിരിക്കുന്ന വിശ്വാസി ഇത്തിരി കസേര അടുത്ത് പോയി, അപ്പോൾ ആരാധിക്കുമ്പോൾ ഒന്ന് കുടഞ്ഞ് ആരാധിക്കും. സഹോദരപ്രീതി, ബഹുമാനം. അതൊരു ദേവാലയമാണ് ഇരിക്കുന്നത്, പരിശുദ്ധാത്മാവിന്റെ ദേവാലയമാണ് ഇരിക്കുന്നത്. നേരെ പറഞ്ഞു അതൊരു അല്പം ഒന്ന് നീക്കിക്കോട്ടെ കസേര, അല്ലെ നമ്മളങ്ങ് നീങ്ങിയ പോരെ? ഈ പ്രയോഗം വേണോ? എവിടെയൊക്കെ കൊള്ളുന്നുണ്ടപ്പാ. അടുത്ത് വായിക്കേ. അന്യോന്യം മുന്നിട്ട് കൊള്ളുവിൻ. 11 ഉത്സാഹത്തിൽ വായിച്ചു. മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കും. ഇതൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പണ്ടുണ്ടായിരുന്നു ഉത്സാഹം, എന്നായിരുന്നു പ്രാർത്ഥനയുടെ ഉത്സാഹം, എന്നായിരുന്നു. ലോകത്തിന്റെ അറ്റത്ത് വരെയും പോകാൻ ഞാൻ തയ്യാറാണ് കർത്താവേ എന്ന് പറയുന്ന ആളാണ് 7:45 വരാൻ പറഞ്ഞപ്പോൾ ഇപ്പൊ പ്രാകുന്നത് മനസ്സിലായി. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കും. പലപ്പോഴും ഇതെങ്ങനെ ഡൗൺ ആയി മനസ്സിലായി. കർത്താവിനുള്ള സീൽ, ഫെർവർ, അത് ഡൗൺ ആയി പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്ത് ചെയ്യരുത്? ഇവിടെ നോക്ക്, ഫയർ എഞ്ചിനുകൾക്ക് കെടുത്തുവാൻ കഴിയാത്ത അഗ്നി ജ്വലനം നമ്മുടെ അകത്ത് കർത്താവിനോട് വേണം. 12ാമത്തെ വചനത്തിൽ പോകാം. ആശയിൽ സന്തോഷിപ്പിൻ. ബി ജോയ്ഫുൾ ഇൻ ഹോപ്പ്. അടുത്തത് കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ. ബി പേഷ്യന്റ് ഇൻ അഫ്ലിക്ഷൻ. വലിയ കഷ്ടത വരുമ്പോൾ എന്താണ് വേണ്ടത്? സഹിഷ്ണുത ഉണ്ടായിരിക്കണം, പിടിച്ചു നിൽക്കണം. അടുത്തത് പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ. ബി ഫെയ്ത്ത്ഫുൾ ഇൻ പ്രേയർ. പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, വിഷയങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ വിശ്വസ്തയോടെ പ്രാർത്ഥിക്കുക. അടുത്തത് വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുക. ഷെയർ വിത്ത് ദ ലോർഡ്സ് പീപ്പിൾ ഹു ആർ ഇൻ നീഡ്. വിശുദ്ധന്മാരുടെ ആവശ്യങ്ങൾ കൂട്ടായ്മ കാണിക്കുക. അടുത്തത് അതിഥി സൽക്കാരം ആചരിക്കുകയും പ്രാക്ടീസ് ഹോസ്പിറ്റാലിറ്റി. അതിഥി സൽക്കാരം മറക്കരുത്. അതിഥികളെ സൽക്കരിക്കുക, നല്ല രീതിയിൽ സൽക്കരിച്ച് അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ സുവിശേഷം പറയുക, ടെസ്റ്റ് മണി പറയുക. ഇട്ടിട്ട് ഓടില്ല അവർ, കാരണം അത് കഴിക്കാതെ പോവില്ല. നല്ല ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ല അവസരം. എന്തിന്? ദൈവജനം പങ്കുവയ്ക്കാനും സാക്ഷ്യം പറയാൻ. അടുത്തത് 14 നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അത് മാത്രം പറയല്ലേ. ഒന്നാമത് മഹോദ്രവം സഹിച്ചുകൊണ്ടിരിക്കുക, അതിനിടയിൽ അവരെ അനുഗ്രഹിക്കാനോ? ശപിക്കാതെ അനുഗ്രഹിപ്പേൻ. ബേസിക് നമ്മുടെ നേച്ചർ എന്താണ്? അവന് ഇടിയും വെട്ടണം, പാമ്പും കടിക്കണം ഒപ്പം. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഇതാണ് നമ്മുടെ ഒക്കെ ആഗ്രഹം.
ഓ മൈ ഗോഡ്, ഇതൊക്കെ ജയിക്കാൻ വേണ്ടി ഞാൻ പറ്റിയിട്ടുള്ള പാടറിയാം. ആരെങ്കിലും നമ്മളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ആദ്യത്തെ ആഗ്രഹം എന്താ? കർത്താവെ അവനെ പഠിപ്പിക്കണം, അവനെ ശരിക്കും പഠിപ്പിക്കണം. പിന്നെ നമ്മളെ ആഗ്രഹം എന്താ? അവനൊരു ഒടുക്കം വരുന്നത് കാണാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുക. കർത്താവ് എന്താ പറയുന്നത്? നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, ശപിക്കാതെ. എന്നെ ഭയങ്കരമായി ഉപദ്രവിച്ച ചിലർക്ക് ഗിഫ്റ്റ് കൊണ്ടുപോയി കൊടുക്കാൻ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു. നരകത്തിൽ വീണ പോലത്തെ അനുഭവമായിരുന്നു. അവർക്ക് കൊണ്ട് ഗിഫ്റ്റ് കൊടുക്കുക. പക്ഷെ ദൈവകൃപയാൽ അതിനെ ജയിച്ച് ഞാൻ കൊണ്ടുപോയി കൊടുത്തു. അതോടെ വിടുതൽ പ്രാപിച്ച ഞാനാണ്. അവർ വിടുതൽ പ്രാപിച്ചില്ലെന്ന് എനിക്കറിഞ്ഞുകൂടും. നമ്മുടെ മനസ്സിൽ വരുന്ന ആ ലിബറേഷൻ ഭയങ്കരമാണ്. ശത്രുക്കളെ സ്നേഹിക്കുവാനും അവരെ പ്രാർത്ഥിക്കുവാനും അനുഗ്രഹിക്കുവാനുമുള്ള കൃപ. അടുത്ത വചനം വായിക്കാം. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യുവിൻ. അതൊരു ഭയങ്കര സംഭവമാണ്. ഇതൊക്കെ നമ്മളെ ജീവിതത്തിൽ കൾട്ടിവേറ്റ് ചെയ്തെടുക്കേണ്ട കാര്യമാണെന്നാണ് പറയുന്നത്. ഒരാൾ സന്തോഷിക്കുമ്പോൾ 1 റാങ്ക് കിട്ടി, എൻ്റെ മോൻ പൊട്ടി, സന്തോഷിക്കാൻ പറ്റുമോ? നോക്കടാ, നോക്ക് പിള്ളേര്, നിന്നെ പോലെ ചോറ് കഴിച്ചല്ലേ അവൻ വളരുന്നത്, നീ എന്തുകൊണ്ട് മേടിച്ചില്ല? മാത്രമല്ല, അയാളെ കാണുമ്പോൾ ഷെയ്ക്കാൻ്റെ കൊടുക്കുന്നില്ല, കേട്ടോ, നടക്കുന്നു, എൻ്റെ മോൻ കിട്ടിയില്ല. ഇതൊന്നും വരാതെ അവരോടൊപ്പം സന്തോഷിക്കുവാനുള്ളൊരു സ്ട്രെച്ചബിലിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്യുക. ഒരാൾ ദുഃഖത്തിലാണെങ്കിൽ പോയിരുന്ന് കെട്ടിപ്പിടിച്ച് കരയാനും നമുക്ക് സാധിക്കണം. എനിക്ക് ചില സമയങ്ങളുണ്ടായിട്ടുള്ള അനുഭവം, ചില വ്യക്തികൾ വിളിച്ച് ഫോണിൽ അവരുടെ വേദനകൾ പറയുമ്പോൾ ഞാൻ ഈ അങ്ങോട്ട് പോകുന്ന ആ സാധനം പൊത്തിപ്പിടിച്ചിട്ട് അല്ലെങ്കിൽ മ്യൂട്ട് വെച്ചിട്ട് ഇവിടെ ഞാൻ വാവിട്ട് കരഞ്ഞിട്ടുണ്ട്. എൻ്റെ അന്നുമല്ല, എൻ്റെ ആരുമല്ല, ഞാൻ കണ്ടിട്ട് പോലുമില്ല ചിലർ. പക്ഷെ ഫോണിൽ ചില വിഷയങ്ങൾ പറയുമ്പോൾ ചില സമയത്ത് നമ്മളെ സ്പർശിച്ചിട്ട് നമ്മൾ അവരോടൊപ്പം കരഞ്ഞു. അവരും ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. ഇങ്ങനെ നമ്മളെ ഒന്ന് ഹേമിക്കുന്നത് നല്ലതാണ്. ആ ഹേമം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ പറയാം. നിങ്ങൾക്കൊരു ശുശ്രൂഷയുണ്ട്. ജീസസ് മിനിസ്ട്രി ഈസ് ദ മിനിസ്ട്രി ഓഫ് ലവ് ആൻഡ് കമ്പാഷൻ. 16 തമ്മിൽ ഐക്യമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്ന് കൊള്ളുവിൻ. അതൊരു സംഭവമാണ്. എന്ന് വെച്ചാൽ live in harmony with one another. Do not be proud, but be willing to associate with people of low position. Do not be conceited. അതായത് നിങ്ങളുടെ ജീവിത നിലവാരത്തേക്കാൾ, സോഷ്യൽ സ്റ്റേറ്റസിനേക്കാൾ താഴ്ന്നവരോട് റിലേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നുണ്ടോ? എല്ലാവരും കുനിഞ്ഞിരിക്കണം, നേരെ ഇരുന്ന് എൻ്റെ മുഖത്തോട്ട് നോക്കി. നിങ്ങൾക്കൊരു സൊസൈറ്റിയിൽ സോഷ്യൽ ഒരു സ്റ്റേറ്റസ് ഉണ്ടല്ലോ, അതിൻ്റെ താഴേക്കുള്ളവരോട് ഇടപെടുവാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ടോ? എങ്കിൽ ഈ സഭ അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്. ഹല്ലേലൂയ. മുകളിലോട്ട് കയറാൻ പലർക്കും ആഗ്രഹമാണ്, വലിയ ആളുകളോടൊക്കെ സംസാരിക്കാൻ, നീങ്ങുന്ന ഒരു സെൽഫി. പക്ഷേ ഒന്നുമില്ലാതെ കൂനിക്കൂടി വരുന്ന ഒരു വലിയമ്മ, വളരെ ദരിദ്രരായ ഒരു സഹോദരൻ, അവരോടൊക്കെ സംസാരിക്കുവാൻ കഴിയുന്നുണ്ടോ? കഴിയുന്നില്ലെങ്കിൽ ശരിക്കും രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ഒരു ആസിഡ് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. ശരിക്കും രക്ഷിക്കപ്പെട്ടതാണ്. താഴേക്ക് ഇറങ്ങാൻ കഴിയുന്നതാണ് മാഹാത്മ്യത്തിൻ്റെ ലക്ഷണം. താഴേക്ക് ഇറങ്ങണം. കർത്താവ് അതല്ല ചെയ്ത്, എല്ലാം വിട്ട് താഴത്തോട്ട് വന്ന് നീചപാപികളുടെ ഇടയിൽ വന്ന് പാവിയെ പോലെ ജീവിച്ചവർക്ക് വേണ്ടി മരിച്ചു. അവിടെ അതുകൊണ്ടാണ് പറയുന്നത്, ഡു നോട്ട് ബി കൺസീറ്റഡ്. എന്ത് ചെയ്യരുത്? ഒത്തിരി ഉന്നത ഭാവം, വലിപ്പം ഭാവിക്കാതെ. ഞാൻ വലിയ പുള്ളിയാണ്, ഞാൻ വലിയ വീട്ടിലെയാണ്, എനിക്ക് കാറുണ്ട്, എനിക്ക് പണമുണ്ട്, ഞാൻ വലിയ ആളാണ്, ഇങ്ങനെയുള്ള അവരെ കൂടെ അങ്ങനത്തെ ഒന്നും നമ്മുടെ സഭയ്ക്കകത്ത് ഉണ്ടാവരുത്. കുറച്ച് കഴിയുമ്പോൾ ഈ സാധനം നിൽക്കും. ശ്വാസം നിൽക്കുമ്പോൾ ഒരു വടി പോലെ ഒരു സാധനം കിടക്കും. അയാളുടെ ശ്വാസം നിൽക്കാൽ ഒരു വടി അവിടെ കിടക്കും. എല്ലാം ഒന്ന് തന്നെ. ഇപ്പോഴല്ലേ അതും ഇതൊക്കെയുള്ള വ്യത്യാസങ്ങളുള്ളൂ. മരിച്ചു കഴിയുമ്പോഴെല്ലാം അവിടെ കിടക്കും. ഇതൊക്കെ കണ്ട് തിരിച്ചറിഞ്ഞ് താഴ്മ ധരിക്കാനും താഴേക്ക് ഇറങ്ങാനും ഉന്നത ഭാവം കൂടാതിരിക്കും, വലിപ്പ ഭാവം ഉണ്ടാകാതിരിക്കാനും നമ്മളൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി അടുത്ത ഒരു സെഗ്മെൻ്റ് കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. 17 മുതൽ 21 വരെയുള്ള ഭാഗത്ത് പ്രത്യേകിച്ച് പറയുന്നത്,
ഡു നോട്ട് ലിവ് ഇൻ ഹോസ്റ്റിലിറ്റി വിത്ത് ഔട്ട്സൈഡേഴ്സ്. ഇപ്പം അകത്തുള്ളവരുടെ കാര്യം പറഞ്ഞത്. പുറമേയുള്ളവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്? 17 മുതൽ വായിക്കാം. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ഡു ചെയ്യാതെ നോട്ട് റീപേ ഈവിൾ ഫോർ ഈവിൾ. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. അടുത്തത്, സകല മനുഷ്യരുടെയും മുൻപിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പിൻ. അവിടെ കഴിയുമെങ്കിൽ എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം എന്ന് ഉപയോഗിച്ച് സകല മനുഷ്യരോട് സമാധാനമായിരിപ്പിൻ. ചില ആളുകൾ എത്ര ശ്രമിച്ചാലും എന്ത് ചെയ്യില്ല, സമാധാനത്തോടെ ജീവിക്കാൻ പറ്റാത്ത ക്യാരക്ടേഴ്സ് ഉണ്ട്. പക്ഷെ മാക്സിമം നിങ്ങൾ ശ്രമിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ഒരു അയൽപക്കം ഉണ്ടെന്നിരിക്കട്ടെ. അയൽപക്കത്തുള്ള നിങ്ങളാൽ കഴിയുന്ന എല്ലാം നിങ്ങൾ ചെയ്തു നോക്കി, എന്നാലും പ്രശ്നക്കാരാണ്. എന്ത് ചെയ്യാൻ കഴിയും? മാക്സിമം ശ്രമിക്കുക, വിട്ടുകളയുക, അത്രേ നമുക്ക് പറ്റൂ. ജോലോസ്റ്റിൻ ഒരിക്കൽ പറഞ്ഞൊരു വാക്ക്, ഒരു വാചകം ഞാൻ ഇന്നും ഓർക്കുന്നു. സം പീപ്പിൾ വി ക്യാൻ ലവ് ഓൺലി ഫ്രം എ ഡിസ്റ്റൻസ്. എന്താണ് അർത്ഥം? ചില ആളുകളെ ദൂരത്ത് നിന്നേ നമുക്ക് സ്നേഹിക്കാൻ കഴിയും, അടുത്ത് കഴിഞ്ഞാൽ പ്രശ്നമാണ്. വീണ്ടും മുറിവുകൾ. എത്രയൊക്കെ നിരപ്പ് പ്രാപിച്ചിട്ടും, എത്രയൊക്കെ ചെയ്തിട്ട്, എത്രയൊക്കെ ഗിഫ്റ്റ് കൊടുത്തിട്ട്, എത്രയൊക്കെ ചെയ്തിട്ടും സ്വഭാവം മാറുന്നില്ല. പിന്നെയും ചെല്ലും തോറും അനാവശ്യമായ പ്രശ്നങ്ങളും അസമാധാനവും വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക? ഒരു ഗ്യാപ്പിട്ട് നിന്ന് സ്നേഹിക്കുക. അത്രേ ചെയ്യാൻ പറ്റൂ. ഹലോ, നിങ്ങൾ ഭയങ്കര വിശുദ്ധിയുടെ പാരമ്യത്തിൽ നിൽക്കുന്നവരാണ് തോന്നുന്നു. എനിക്ക് അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ചില ആൾ എത്ര അടുക്കാൻ ശ്രമിച്ചിട്ടും വീണ്ടും മുറിവുകളാണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് അവരെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. വെറുക്കണ്ട, ശപിക്കണ്ട, അകലെ നിന്നുകൊണ്ട് സ്നേഹിക്കുക. ഇത്രയും ചില ക്യാരക്ടേഴ്സ് അങ്ങനെയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പിൻ. മാക്സിമം ശ്രമിക്കുക, പിന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. 19. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പിൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഇതൊരു ഭയങ്കര സംഭവമാണ്. എന്താണ് ചെയ്യേണ്ടത്? പ്രതികാരം ദൈവത്തിനുള്ളതാണ്, നമ്മൾ പ്രതികാരം ചെയ്യരുത്. Hallelujah. Do not take revenge, my dear friends, but leave room for God's wrath. For it is written, it is mine to avenge, I will repay, says the Lord. കർത്താവ് നമ്മളോട് പറയുന്നൊരു കാര്യമാണ്, മക്കളെ, നിങ്ങൾ ആരും പ്രതികാരം ചെയ്യാൻ പോകരുത്. ഒരാളും പ്രതികാരം ചെയ്യരുത്. അത് ഞാൻ ചെയ്തോളാം. എന്തുകൊണ്ടാണ്? നീ പ്രതികാരം ചെയ്ത് ഇത്രയൊക്കെ വരാൻ, പല്ല് കടിക്കും, ഞെരിക്കും, അത് ഇത് അത്രയൊക്കെയല്ലേ വരാൻ പോകുന്നുള്ളൂ. കുറേ ഉപദ്രവമൊക്കെ ചെയ്യും. ഞാനത് വേണ്ട രീതിയിൽ ഹാൻഡിൽ ചെയ്തോളാം. എനിക്കിതാ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ആരും എന്ത് ചെയ്യരുത്, അതിനെതിരെ പോയി പകരം വീട്ടാനും പരിപാടിക്കൊന്നും നീങ്ങണ്ട. ദൈവ കോപത്തിന് ഇടം കൊടുക്കുക, ദൈവത്തിന് അത് വിട്ടുകൊടുക്കുക, നമ്മളങ്ങ് മാറിപ്പോവുക. ഇത്രേ ചെയ്യാവൂ. 20-ാമത്തെ വചനം. എന്നാൽ നിന്റെ ശത്രുവിനെ വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നീ അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നല്ല വചനമാണ്. ഇത് എങ്ങനെ ചെയ്യും അല്ലേ? നല്ല വചനം, സൂപ്പർ വചനം. എന്താ എഴുതിയിരിക്കുന്നത്? നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ അവനെ പട്ടിണിയിട്ട് കൊല്ലുക, ഒട്ടുക്കം വരാൻ പ്രാർത്ഥിക്കുക, അവൻ വിശന്ന് കിടന്ന് ചാകട്ടെ. നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നീ അവൻ്റെ തലമേൽ തീക്കനൽ കുന്നിക്കുന്ന എഴുതി. ഇതിൻ്റെ പേരാണ് മധുര പ്രതികാരം. കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടോ? മധുര പ്രതികാരം എന്ന് പറഞ്ഞാൽ ഒട്ടുക്കാൻ വേണ്ടിയിട്ടല്ല, അവൻ്റെ മേൽ നന്മ ഇട്ടുകൊണ്ടേയിരിക്കുക. അവസാനം എന്ത് സംഭവിക്കുക? അവൻ്റെ തലയിൽ തീക്കനൽ വന്ന് കുന്നിച്ചൊരു കുന്നുപോലെയായി അവന് മാനസാന്തരം വരും. ഇത്രയൊക്കെ ഞാൻ ആ സഹോദരി ഉപദ്രവിച്ചിട്ട് തിരിച്ചൊന്നും ചെയ്തില്ലല്ലോ, പകരം നന്മ എനിക്ക് ചെയ്തല്ലോ എന്ന് ഓർക്കുമ്പോൾ ആ വ്യക്തി മാനസാന്തരപ്പെടും. ഹല്ലേലൂയ. ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. മധുര പ്രതികാരമാണോ ചെയ്തത്, കയ്പിന്റെ പ്രതികാരമാണോ ചെയ്തതെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. 21-ാമത്തെ വചനം കൂടി വായിക്കാം. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. ഇതാണ് യേശു കർത്താവ് ചെയ്തത്. തിന്മയോട് തോൽക്കാതെ
നന്മയാൽ തിന്മയെ ജയിക്കുക. നമ്മളെല്ലാവരും എൻ്റെ ശത്രുക്കളായിരുന്ന സമയത്ത് കർത്താവ് നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന ശേഷം നാം പാപികളായിരിക്കുമ്പോൾ തന്നെ, ദൈവത്തിൻ്റെ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിച്ച് നമ്മുടെ അടുക്കൽ വന്ന് നമ്മൾ അങ്ങോട്ട് എന്താണോ ചെയ്തത് അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്ത് കർത്താവ് നമ്മുടെ തലമേൽ തീക്കൽ കുന്നിച്ച് അവസാനം ഒരു ദിവസം മുട്ടിന്മേൽ വീണ് പറഞ്ഞു, കർത്താവേ, ഈ സ്നേഹം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഞാനിതാ കീഴ്പ്പെട്ടിരിക്കുന്നു, ഞാൻ എന്നെ തന്നെ മുഴുവനും നിനക്കായി സമർപ്പിച്ചു തന്നില്ല. അങ്ങനെയാണ് നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടത്. ദൈവത്തിൻ്റെ ശത്രുക്കളായിരുന്ന നമ്മുടെ തലമേൽ കർത്താവ് സ്നേഹം കൊണ്ട്, നന്മകൾ കൊണ്ട്, അനുഗ്രഹങ്ങൾ കൊണ്ട് തീക്കനൽ കുന്നിച്ചു. അങ്ങനെയാണ് കർത്താവ് നമ്മെ നേടിയെടുത്ത്. ദ ഗ്രേറ്റസ്റ്റ് സോൾ വിന്നർ ഈസ് അവർ സേവിയർ. കർത്താവ് അങ്ങനെയാണ് നമ്മളെ നേടിയത്. ഇതേ രീതി നമ്മൾ അനുകരിക്കണമെന്ന് മാത്രമേ പൗലോസ് പറയുന്നുള്ളൂ. അതിനുവേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നെഞ്ചിൽ കൈവച്ചുകൊണ്ട് എന്നോട് ചേർന്ന് പറയാം, കർത്താവേ, റോമാലേഖനം 12-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ചെയ്യുവാനുള്ളതും ചെയ്യുവാൻ പാടില്ലാത്തതുമായ എല്ലാ കാര്യങ്ങളും പാലിക്കുവാൻ എന്നെ സഹായിക്കണമേ. എന്റെ ശരീരത്തെ ജീവനുള്ള യാഗമായി ഞാൻ അർപ്പിച്ചിരിക്കുന്നു. എന്റെ മനസ്സിനെ പുതുക്കം പ്രാപിച്ച് അങ്ങയെപ്പോലെ ആകുവാൻ ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. കർത്താവേ, ശത്രുക്കളെ സ്നേഹിക്കുവാൻ, ശപിക്കാതിരിക്കുവാൻ, അവരുടെ മേൽ നന്മ പകരുവാൻ എന്നെ സഹായിക്കണമേ. എന്നിൽ അങ്ങ് പങ്കിട്ട വിശ്വാസത്തിന്റെ അളവിനനുസരിച്ച് ഭാവിക്കുവാനും ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും എന്നെ സഹായിക്കുമാറാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.